നമസ്കാരം കേരള. രാജ്ഭവൻ ഇരുട്ടിൽ തപ്പുന്നു. പിണറായി വിജയൻ ഗവർണറോട് കാണിക്കുന്നത് കൊടും ക്രൂരതയോ? ഈ കേരള ജനതയെ, പ്രതിപക്ഷത്തെ പിണറായി വിജയൻ ചതിച്ചോ? ഈ ചെങ്കൊടി പിടിച്ച അരുമ സഖാക്കന്മാരുടെ ക്യാപ്റ്റൻ എവിടെ? അതുതന്നെയാണ് കാര്യം. മുഖ്യമന്ത്രി രാജ്യം വിട്ടതിനു പിന്നാലെ എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? പ്രതിപക്ഷത്തിന്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ വേദന ഗവർണർക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സന്ദർശനം തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം തന്നെ അറിയിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി താൻ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ടെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഗവർണർ മുഖ്യമന്ത്രി പോർമുഖം വീണ്ടും തുറക്കുന്നത്. ഇടക്കാലത്ത് തിരഞ്ഞെടുപ്പ് വേളയിൽ ഉൾപ്പെടെ ഇരുവിഭാഗവും സംയമനത്തോടെയായിരുന്നു മുന്നോട്ടു പോയിരുന്നത്. എന്നാൽ പിണറായി വിജയന്റെ വിദേശയാത്ര ഉണ്ടാക്കിയ കോളിളക്കം രാജ്ഭവൻ കടന്നെത്തി എന്ന സൂചനയാണ് ഇപ്പോൾ മനസ്സിലാക്കാവുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോയതിനെ കുറിച്ച് തനിക്കറിയില്ല, മാധ്യമങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്, അതിന് നന്ദിയുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി മുൻപ് വിദേശത്ത് പോയപ്പോഴും തന്നെ അറിയിച്ചിട്ടില്ലെന്നാണ് ഗവർണർ പറയുന്നത്. ഇതിനു പിന്നാലെയാണ് വിഷയം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്ക് ഗവർണർ കത്തയച്ചത്. മുഖ്യമന്ത്രി രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുകയാണെന്നാണ് ഗവർണറുടെ ആരോപണം. അതേസമയം 16 ദിവസത്തെ സന്ദർശനത്തിനാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് പോകുന്നതെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. ഭാര്യ കമലയും കൊച്ചുമകനും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ദുബായിലേക്ക് പോകുന്നതെന്നായിരുന്നു അറിയിപ്പ്. ഇതിനു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഗവർണറുടെ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ ഒരു രാഷ്ട്രീയ കോളിളക്കം ഈ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. കുറച്ചു നാളുകളായി ഗവർണർ മുഖ്യമന്ത്രി പോരിന് സംയമനമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശക്തമായ മറ്റൊരു കാരണത്തിന് വേണ്ടി ഗവർണർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ദുബായിൽ പോയത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഗവർണർ ഉയർത്തുന്നത്.